നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ഭ്രാന്ത് പിടിച്ച പോലെ ആയിപ്പോയി എനിക്ക് കോടതിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും. കാരണം ഒരു കാരണവശാലും ഇവള് തന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് മനസ്സിലായി അനാമിക. തനിക്ക് ഡിവോഴ്സ് തരാതെ മനഃപൂർവ്വം വലിച്ചു നീട്ടുവാണ്. അനാമികയുടെ സംസാരം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് നല്ല ദേഷ്യമായിരുന്നു. അനാമിയോട് പറഞ്ഞു, നീ അങ്ങനെ കൂടുതൽ നേളിക്കൊന്നും വേണ്ടേ. 3 മാസം കഴിഞ്ഞ് കഴിയുമ്പോ എന്താണെങ്കിലും ഉറപ്പായിട്ടും എനിക്ക് ഡിവോഴ്സ് കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ എന്റെ കയ്യിൽ നിന്ന് 5 പൈസ എങ്കിലും മേടിച്ചെടുക്കാമെന്ന് നിനക്കൊരു വിചാരം ഉണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ വേണു പറഞ്ഞു, എടാ മോനെ, കോമ്പൻസേഷൻ മേടിക്കുമെന്ന് പറഞ്ഞാൽ കോമ്പൻസേഷൻ മേടിച്ചിരിക്കും, അല്ല നിനക്ക് ഡിവോഴ്സ് തരാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. മേടിക്കും, നല്ല രീതിയിൽ മേടിക്കും. അച്ഛനും മോളും അവിടെ കാത്തിരുന്നു, ഇപ്പൊ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനാമിക പറഞ്ഞു, പിന്നെ വെറുതെ ഒന്നും അല്ല ഞാൻ കോടതി കരഞ്ഞെന്ന് പറഞ്ഞു. എടി, നീ കോടതി പൂങ്കണ്ണീർ ഒഴിക്കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എടാ മോനെ അനി, ഇവള് കോടതി കരഞ്ഞോണ്ട് എന്തായി? കേസ് വീണ്ടും നീട്ടിവെച്ചില്ലേ 3 മാസത്തേന്. ഇനി അങ്ങനെയൊക്കെ ആയിരിക്കും മുന്നോട്ട് പോകാനായിട്ട് പോകുന്നേ. എനിക്ക് ദേഷ്യം വന്നു. അനി പറഞ്ഞു, അച്ഛനെ മോളെയും കൂടെ ഉണ്ടല്ലോ ഇവിടെയായിട്ട് ഞാൻ തല്ലി ചതയ്ക്കും, എനിക്ക് ഭ്രാന്ത് എടുക്കുന്നുണ്ട്, സമനില തെറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. തല്ലടാ, നീ തല്ലട, തല്ലി കൊല്ല്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ CCTVയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അറിയാലോ. നീ ഞങ്ങളെ തല്ലിയിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അതും കൂടെ ചേർത്തിട്ടായിരിക്കും ഞങ്ങള് കോടതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് പോന്നെ, അറിയാലോ. നല്ല ദേഷ്യം വന്നു എനിക്ക്. അനിവൃന്ന് നിന്നോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, എനിക്ക് ഭ്രാന്ത് പിടിക്കുള്ളെന്ന് പറഞ്ഞു. ഒടുവില് അനാമികയും വേണും കൂടെ എങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നവീനോട് ചോ, നീ എന്താടാ ഇങ്ങനെ നിൽക്കുന്നേ? എന്തെങ്കിലും ചെയ്യാൻ മേലായിരുന്നോ? എടാ നീ ഒന്ന് സമാധാനപ്പെട്. എടാ ഇനിയിപ്പൊ എത്ര നാളത്തേക്കാ കേസ് നീട്ടിയേക്കുന്നേ? 3 മാസത്തേക്കാന്ന് പറഞ്ഞു. 3 മാസം കഴിയുമ്പോ നമുക്ക് നോക്കാം. ഇനിയിപ്പം ആ സമയത്ത് നിനക്ക് ഇനി താല്പര്യം ഇല്ലെങ്കിൽ കോടതി എന്തെങ്കിലും തീരുമാനം എടുക്കുമായിരിക്കും, വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാക്കുമായിരിക്കും. നീ ധൈര്യമായിട്ട് ഇരിക്കനിയെന്നൊക്കെ പറഞ്ഞിട്ട് നവീൻ അനിയെ സമാധാനിപ്പിച്ചു. ഇതേ സമയം നവ്യെ കണ്ണാടിക്കകത്ത് നോക്കി നിൽക്കുകയാണ്. സ്വന്തം മനസാക്ഷി നവ്യോട് പറയുന്ന പോലെ തോന്നി. പുറമേയുള്ള ഈ സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. കാരണം വലിയ സുന്ദരിയാന്ന് പറഞ്ഞ് നടന്നോണ്ടിരുന്നല്ലേ, എന്നിട്ട് എന്തായി ഒടുവില്? അതാ പറഞ്ഞ ബാക്കി സൗന്ദര്യത്തിലൊന്നും ഒരു കഥയുമില്ലെന്ന്. അപ്പോഴേക്കും അബി അങ്ങോട്ട് കയറി വന്നു. അബി ഒന്നിങ്ങനെ നവിയെ നോക്കി, എന്നിട്ട് നവിയെന്ന് പറഞ്ഞ് വിളിച്ചു. എന്താ അബി? അതെ, വലിയൊരു ഡീല് നടക്കാൻ പോകുന്നുണ്ട്. ബോംബെയിൽ ഇന്നാലും ഒരു ഡീല് നടന്നില്ല, അതിനേക്കാളും വലിയൊരു ഡീലാണ് നടക്കുന്നത്. അത് പക്ഷേങ്കില് ഇവിടെ ട്രിവാൻഡ്രത്ത് വെച്ചാന്ന് പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. AN ജ്വല്ലറിക്കാരും പങ്കെടുക്കുന്നുണ്ട്. ഈ പറയുന്ന ഡേവിഡ് സാറിനോടൊപ്പം ഞാനും പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ല, കമ്പനിയുടെ MD അല്ലേ സാധാരണ ഇങ്ങനത്തെ ഡീലിനൊക്കെ പോകുന്നേ? അതെ, ഡേവിഡ് സാറിന് എന്നെ ഭയങ്കര വിശ്വാസമാണ്, എന്നിലൊരു ആത്മവിശ്വാസം ഉണ്ട്, അപ്പൊ അതുകൊണ്ട് എന്നെയും കൂടെ കൂട്ടുന്നേന്ന് പറഞ്ഞു. അത് കൊള്ളാലോ. അല്ല, മൂർത്തി ജ്വല്ലറിക്കാരും വരുമായിരിക്കുമല്ലോ ഡീലിന്? അതല്ലേ, അവര് മിക്കവാറും വരത്തില്ല എന്ന് പറഞ്ഞു. വരത്തില്ലേ? അതേന്നെ, അതിനുള്ള കഴിവും പ്രാപ്തിയൊന്നും എനിക്കില്ല. മൂർത്തി ജ്വല്ലറി എന്താളും തകർന്നു പോകുന്നു പറഞ്ഞു. ഇനി എപ്പെങ്ങാനും അനി വന്നാലോ, അവർക്ക് ഡീല് കിട്ടിയാലോ? അങ്ങനെ കിട്ടാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അവരെന്താണെങ്കിലും ഇതോടുകൂടി തകർന്ന് തരിപ്പണമായി പോകും മൂർത്തി ജ്വല്ലറിക്കാര്. അപ്പോഴേക്കും നവ്യ മനസ്സിൽ പറഞ്ഞു, ഒരു കാരണവശാലും ഇല്ലടാ, അനി ഈ ഡീലിന് ജയിക്കും, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തു കൊടുക്കും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു നവ്യയുടെ മനസ്സിൽ. എന്താ നീ ആലോചിക്കണേ? ഒന്നുമില്ല, ഞാനിങ്ങനെ മനസ്സിൽ ഓർക്കുമായിരുന്നു, ഈ ഡീല് വിജയിച്ചിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് എന്ത് സമ്മാനം തരുമെന്ന്. എടി, നിനക്ക് ഞാൻ വില പിടിച്ച് സമ്മാനം തരും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം എന്റെ ഭാഗ്യമാണ് നീ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഇങ്ങനെ സംഭവവികാസങ്ങളൊക്കെ ഉണ്ടാകുന്നേ. അല്ലെങ്കിൽ ഈ ജോലി വാങ്ങി തന്നത് പോലും നീയല്ലേ. അപ്പൊ പിന്നെ നിന്നോടുള്ള നന്ദിയും കടപ്പാടും എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നീ പറയുന്ന എന്ത് നിനക്ക് വാങ്ങി തരുമെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പം നവി പറഞ്ഞു, എടാ നീ ഒന്നാമത് എത്തണം തന്നെ എന്റെ ആഗ്രഹം. നവി അങ്ങോട്ട് തള്ളി മറിക്കുവാണ്. അപ്പോഴേക്കും അബി പറഞ്ഞു, അതെ, മൂർത്തി ജ്വല്ലറിന്ന് എന്നെ അടിച്ചിറക്കിയതാണ് ആ അനിക്കിട്ട് പണി കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരം ഇത്. അതുകൊണ്ട് ഉറപ്പായിട്ടും അവന് ഞാൻ പണി കൊടുത്തിരിക്കും. കണ്ടു, ഇപ്പൊ മൂർത്തി ജ്വല്ലറി 3, 4 സ്ഥാനത്തേക്കാ. ഇനി അവിടുന്ന് താഴേക്ക് പോകും. അല്ലടാ, AN ജ്വല്ലറി ഇപ്പൊ ഒന്നാമതല്ലേ? അതെ, ഇനി 1ാം സ്ഥാനം വീണ്ടും നിലനിർത്തിക്കൊണ്ട് പോകും AN ജ്വല്ലറി. മൂർത്തി ജ്വല്ലറിക്കാർക്ക് കയ്യെത്തും ദൂരത്ത് ഒന്നും ആയിരിക്കില്ല, അതിനേക്കാളും അപ്പുറത്തായിരിക്കും ഇനിയിപ്പോ AN ജ്വല്ലറിക്കാരുടെ വളർച്ച എന്നൊക്കെ പറഞ്ഞു. അതും പറഞ്ഞ് അബി ഭയങ്കര സന്തോഷത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എടാ, നാളെ അതൊന്നും നടക്കാൻ പോകുന്നില്ലടാ, നാളെ അനിയായിരിക്കും വിജയിക്കാൻ പോകുന്നത് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു നവ്യയുടെ മനസ്സിനറിയും. ഒരു കാരണവശാലും ഇവനെ താന് നന്നാകാൻ സമ്മതിക്കില്ല. മാളവിക കളക്ഷൻസ് അത് കണ്ടിട്ടായിരിക്കും ഇവൻ കിടന്ന് ചാടുന്നേ. നയന കളക്ഷൻസിനേക്കാളും നല്ല കളക്ഷൻസ് മാളവിക കളക്ഷൻ എന്നൊരു ചിന്തയായിരിക്കും. ഒരിക്കലും അത് ഉണ്ടാവാൻ പോകുന്നില്ലടാ എന്നൊക്കെ ഇങ്ങനെ നവ്യ മനസ്സ് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ മാളവിക ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നയനെ. അതെ മാഡം, ഇത്ര ആത്മാർത്ഥതയൊന്നും ആവശ്യമില്ല കേട്ടോ, അറിയാലോ
ആ, കുറച്ച് മോശമായ രീതിക്കൊക്കെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നയനയായിട്ട് സംസാരിക്കുന്ന സമയത്ത് മാളവി പറഞ്ഞു, അതെ മാഡം അയച്ചെന്ന ഡിസൈനൊക്കെ ഞാൻ പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് മതി മാഡം എന്നൊക്കെ പറയുമ്പോഴാണ് നവ്യയുടെ വരവ്. നവ്യ ഇങ്ങനെ ആലോചിച്ചു, ഇവിടെ ആരോ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ, ആരോ അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ, അതിന്റെ പ്രിന്റ് എടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ആൾ ഇവള് പറയണേ. അപ്പോഴേക്കും മാളവിക കോള് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നവ്യ വന്നിട്ട് ചോദിച്ചു, അല്ല മാളവിക ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ മാളവി പറഞ്ഞു, അത് പിന്നെ നമ്മള് പലരുടെ ഒപ്പീനിയൻ ഒക്കെ ചോദിക്കും, കാരണം ഇത് ഏറ്റവും കൂടുതൽ ഈ ഫീൽഡെന്ന് പറഞ്ഞിട്ട് മത്സരബുദ്ധിയുള്ള ഫീൽഡല്ലേ. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ പലരുടെ ഉപദേശങ്ങളൊക്കെ തേടേണ്ടതായിട്ട് വരും, അത്രേ മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഈ സമയത്ത് നബി പറഞ്ഞു, അതെ എന്റെ അനുജത്തിയാണ് നയന. നയന കളക്ഷൻസിനേക്കാളും കൂടുതൽ നന്നായിട്ട് മാളവിക കളക്ഷൻസ് മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം മാളവിക അതിനേക്കാളും കൂടുതൽ നന്നായിട്ട് വരയ്ക്കുന്നതുകൊണ്ടാണ്, ഡിസൈൻ ചെയ്യുന്നതുകൊണ്ടാണ്. അങ്ങനെ എന്റെ അനുജത്തി ആയതുകൊണ്ട് എനിക്ക് എന്താണെങ്കിലും അത്യാവശ്യം ഈ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കണ്ടാ അറിയാം നല്ലതാണോ അല്ലയോ എന്നൊക്കെ. അത് കേട്ട് കഴിഞ്ഞപ്പോ മാളവിക പറഞ്ഞു, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം, ഈ ഡിസൈനിങ് നോക്ക്, നല്ലതാണോ നോക്കാൻ പറഞ്ഞു. അങ്ങനെ അത് നോക്കി നവ്യ, ഇത് നയന വരയ്ക്കുന്ന ഡിസൈൻ പോലെ ഉണ്ടല്ലോ, അതേപോലെ തന്നെയുണ്ട്. പിന്നീട് പെട്ടെന്ന് പറയുകയും ചെയ്തു, അതെ ഇത് നയന വരയ്ക്കുന്ന പോലെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. നയന ഇതുപോലെയൊക്കെ തന്നെയാ, ഒരു പക്ഷെ നയനയെക്കാളും കൂടുതലും മെച്ചപ്പെട്ട രീതി വരച്ചോണ്ടാണല്ലോ മാളവികയെ ഇവിടെ എടുത്തേന്ന് പറഞ്ഞു. അത് ശരിയാ. പിന്നെ ഒരു കാര്യമുണ്ട് മാളവികയെ, ഏത് ഫീൽഡ് ആണെങ്കിലും ശരി അവിടെ മത്സരബുദ്ധി കൂടുതലാണ്. ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്തോ, കാരണം ഈ പരസ്യ മോഡലുകൾക്കൊക്കെ അതേ കാലമൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല. അവരുടെ ആ സമയം കൂടെ കഴിഞ്ഞു പോയി കഴിയുമ്പോഴത്തേനും പുതിയ ആൾ അവിടേക്ക് വരും. അതുപോലെ തന്നെയായിരിക്കും കഴിവുള്ള ഒരാള് മാളവിയുടെ സ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ മാളവിയുടെ ജോലിയും തെറിക്കും. അതൊക്കെ നോക്കിയും കണ്ട് നിന്നാ കൊള്ളാന്ന് പറഞ്ഞു. മാളവി പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം മാഡം, അതൊക്കെ നോക്കിയാ ഞാനും നിക്കണേന്ന് പറഞ്ഞു. പിന്നീട് നബി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. നബി പോകുന്നതിന് മുമ്പ് മാളവി ഒന്ന് തിരിഞ്ഞു നോക്കി. മാളവി ആ പടം അസ്വസ്ഥമായിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുന്നുണ്ട്. മാളവികയുടെ മനസ്സില് മറ്റൊന്നും ആയിരുന്നില്ല, കാരണം നയനെ താൻ വിളിക്കുന്ന കേട്ടോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മാളവികയുടെ മനസ്സിൽ. പക്ഷെ അത് നബിക്ക് അറിയില്ലല്ലോ. പിന്നീട് നബി നേരെ പോകുന്ന ഡേവിഡിന്റെ അടുത്തേക്കാണ്. അങ്ങനെ ഡേവിഡിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഡേവിഡ് പറഞ്ഞു, നവിയോട് ഒരു കാര്യം പറയാൻ വേണ്ടി വിളിപ്പിച്ചാന്ന് പറഞ്ഞു. എന്താ സാറ് കാര്യം? അതെ നമ്മുടെ പരസ്യമൊക്കെ ഒന്നുകൂടെ ഒന്ന് കൊഴിപ്പിക്കണ്ടേ, കാരണം മുമ്പത്തെ പോലെയല്ല, ഇപ്പൊ AN ജ്വല്ലറി ഒന്നാമതാന്ന് പറഞ്ഞു. അത് കേട്ടിപ്പോ നവ്യ പറഞ്ഞു, എന്താ സാർ? അതെ നവ്യയോടൊപ്പം പരസ്യം ചെയ്യാനായിട്ട് ഒരു ലേഡി സൂപ്പർ സ്റ്റാർ വരുന്നുണ്ട്. അതെന്താ സാർ, ഇപ്പം എന്റെ പരസ്യമൊന്നും കൊള്ളത്തില്ലെന്നാണോ പറയണത് എന്ന് ചോദിച്ചു. അങ്ങനെ ഒരിക്കലും അല്ല, കാരണം മുമ്പെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൂപ്പർ സ്റ്റാറുകളൊക്കെ ഭയങ്കര മടിയായിരുന്നു AN ജ്വല്ലറിയുടെ പരസ്യത്തിലൊക്കെ വന്ന് അഭിനയിക്കാനായിട്ട്. കാരണം AN ജ്വല്ലറി അത്ര വലുതൊന്നും ആയിരുന്നില്ലോ, പക്ഷെ ഇപ്പൊ ഒന്നാമതല്ലേ കേരളത്തില്, അതുകൊണ്ട് അവർക്കൊക്കെ ഭയങ്കര താല്പര്യമുള്ള കാര്യമാന്ന് പറഞ്ഞു. പിന്നെ നബിക്കത് പ്രയോജനം ചെയ്യും, കാരണം സിനിമയിലൊക്കെ നബിക്ക് വേണമെങ്കിൽ അവസരം കിട്ടുമെന്ന് പറഞ്ഞു. അതുകൊണ്ടുള്ള പ്രയോജനം നബിക്ക, ഒരു സൂപ്പർ സ്റ്റാറിനോടൊക്കെ ഒപ്പം പരസ്യത്തിൽ അഭിനയിക്കാന്ന് പറഞ്ഞാല്. അപ്പോഴേക്കും നബി പറഞ്ഞു, എന്റെ പൊന്നു സാറേ, അങ്ങനെയൊന്നും വേണ്ട, എനിക്ക് അത്രയും വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല വലിയ സിനിമയ്ക്കകത്ത് അഭിനയിക്കണമെന്നൊന്നും. എന്റെ നബിയെ, നമ്മൾ ആരും താഴ്ന്നു പോകാൻ പാടില്ല, നമ്മൾ ഓരോ ദിവസവും ഉയരാനായിട്ട് വേണം ചിന്തിക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുള്ളൂ. നമുക്ക് വെട്ടിപ്പിടിക്കാൻ പറ്റുന്ന സമയത്ത് നമ്മൾ വെട്ടിപ്പിടിക്കണം. പിന്നത്തെ കാര്യം പിന്നെ അല്ലേന്ന് ചോദിച്ചു. പിന്നെ വേറൊരു കാര്യമുണ്ട്, സ്വിറ്റ്സർലാൻഡിലുള്ള ബെന്നറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി, അത് ഒരു ഡീല് വെക്കുന്നുണ്ട്. അപ്പൊ ആ കമ്പനിയായിട്ട് ഡീൽ ഉറപ്പിക്കാനായിട്ട് നമ്മൾ പോവുക അടുത്ത ദിവസം എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പത്തിന് നബി ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുവാണ്. അറിയാലോ, അതിന്റെ സിഒമാരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ട്രിവാൻഡ്രത്ത് വെച്ചാണ്. ഇതിനു മുമ്പ് ബോംബെ വെച്ചൊരു ഡീൽ ഉറപ്പിച്ചില്ലേ, അതിനേക്കാളും വലിയ ഡീലാണ് ഉറപ്പിക്കാൻ പോകുന്നത്. ബോംബെ വെച്ച് ഡീൽ ഉറപ്പിച്ചു, അത് പക്ഷെ ആദർശേണ്ണ മയക്കി കിടത്തിയിട്ടല്ലേ നീയൊക്കെയാ ഡീൽ ഉറപ്പിച്ച്, അതറിയാടാ. പക്ഷെ ഈ തവണ എന്താണെങ്കിലും ഈ ഡീല് നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, ഇത് എനിക്ക് തന്നെ കിട്ടത്തുള്ളെന്ന് നബി ഇങ്ങനെ മനസ്സിൽ പറയണം. പിന്നെ നബിയെ, ഈ ഡീൽ ഉറപ്പിക്കുന്നതോട് കൂടിയിട്ട് കേരളത്തിൽ ഒന്നുകൂടെ സ്ഥാനം ഉറപ്പിക്കുകയാണ് AN ജ്വല്ലറി ഒന്നാമതാന്നുള്ള കാര്യത്തില്. ഇനി ഇപ്പൊ നമുക്ക് പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യം വരത്തില്ല. നീ പറയുന്ന മൂർത്തി ജ്വല്ലറി ഒക്കെ നമ്മുടെ നിഴലിൽ മാത്രമേ നിൽക്കുള്ളൂ. നല്ല ആത്മവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ മാളവിക കളക്ഷൻസ് അല്ലേ അവിടെ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് ആ കാര്യത്തിൽ ഒന്നും ഒരു ടെൻഷനും ഇല്ല. നല്ല രീതിയിൽ തന്നെ നമ്മൾക്ക് ഇത് പ്രസന്റ് ചെയ്ത് ഈ ഡീൽ ഉറപ്പിക്കാൻ പറ്റുമെന്നൊക്കെ ഭയങ്കര ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ഡേവിഡ് പറയുന്നത്. ഇത് കേട്ടപ്പോൾ നബി പറഞ്ഞു, അതങ്ങനെ തന്നെ വേണം സാറേ, നമ്മുടെ ജ്വല്ലറി വേണം ഒന്നാമത് എത്താൻ എന്നൊക്കെ പറഞ്ഞ് ഡേവിഡിനെ ഒന്ന് സൂചിപ്പിച്ചിട്ടാണ് നബി അവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നീട് നബി നേരെ അബീയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അബീയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അത് ജ്വല്ലറി ഡീൽ ഉറപ്പിക്കാൻ പോവല്ലേന്ന് ചോദിച്ചു. അതെ നബിയെ, ഡീൽ ഉറപ്പിക്കാനായിട്ട് പോവാ, അപ്പൊ ഞാനും പോകുന്നുണ്ടെന്ന് പറഞ്ഞു. എടാ അതിന് നീ പോകേണ്ട കാര്യമുണ്ടോ?
അതെ, എന്നെ ഭയങ്കര വിശ്വാസമാണ് ഡേവിഡ് സാറിന്. അതുകൊണ്ടാണ് എന്നെയും കൊണ്ട് പോകുന്നത്. പിന്നെ അറിയാലോ, ഈ ഡീൽ ഉറപ്പായിട്ടും ഏൻ ജ്വല്ലറിക്ക് തന്നെ കിട്ടും. നയന കളക്ഷൻസിനേക്കാളും കൂടുതൽ ഇപ്പൊ ആൾക്കാർ ചൂസ് ചെയ്യുന്ന മാളവിക കളക്ഷൻസാ. നേരത്തെ ആയിരുന്നു നയന കളക്ഷൻ എന്ന് പറയുമ്പോ ആൾക്കാർ ഇടിച്ചു കയറുന്നേ. പക്ഷെ ഇപ്പൊ അതും കൂടി മാറിയെന്ന് പറഞ്ഞു. ഇപ്പൊ നേരെ തിരിഞ്ഞില്ലേ, മാളവികയ്ക്കാണ് ഡിമാൻഡ് കൂടുതൽ. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല, അവള് നല്ല കഴിവുള്ള പെൺകുട്ടിയാടി എന്നൊക്കെ ഇങ്ങനെ മാളവികയെ പുകഴ്ത്തി പറയാണ്. അത് കേട്ടുകഴിഞ്ഞപ്പോ നബി പറഞ്ഞു, ആ എടാ അങ്ങനെയാണെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ലോ, ഈ ഡീൽ ഉറപ്പായിട്ട് നമുക്ക് തന്നെ കിട്ടണമെന്ന് പറഞ്ഞു. അതെ, ഈ ഡീൽ നമുക്ക് കിട്ടണം. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്നെ ഇറക്കി വിട്ടതാണ് മൂർത്തി ജ്വല്ലറിന്ന് അബിയല്ല അനി. അവന്റെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, അവന്റെ മുന്നിൽ തല ഉയർത്തി പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ ഡീല് നമുക്ക് കിട്ടിയേ മതിയാവുള്ളൂ. ഈ അബി ആരാന്ന് കാണിച്ചു കൊടുക്കാൻ പോകുന്നുള്ളവനെ. എടാ, ഈ ഏൻ ജ്വല്ലറിക്കാര് നിന്നിൽ ഇത്രയും വിശ്വാസം അർപ്പിച്ചേക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുക, അത് തകർക്കാണ്ട് നീ ശ്രമിക്കരുത്. അറിയാലോ, നീ ഇനിയിപ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്നോടും കൂടെ പറയണം. ഈ കൊട്ടേഷൻ എത്ര രൂപയ്ക്കാന്നൊക്കെ ചോദിച്ചു. അതൊക്കെ ഞാനും ഡേവിഡ് സാറും കൂടെ സംസാരിക്കാൻ പോകുന്നുള്ളൂ. അല്ലടാ, അത് എന്നോടും കൂടെ ഒക്കെ പറയണം. കാരണം നിനക്ക് ഇനി ഒരു വീഴ്ച ഉണ്ടാകാൻ പാടില്ല. നിനക്ക് ഞാനാണ് ഇവിടെ ജോലി വാങ്ങി തന്നെ. അപ്പൊ പിന്നെ നീ താഴ്ന്നു പോകുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. നീ ഉയർന്നു വരാനായിട്ടാ ഞാൻ ആഗ്രഹിക്കണേന്ന് പറഞ്ഞു. പിന്നെ ഈ ഡിസൈൻ കാര്യങ്ങളൊക്കെ മാളവിയെ കൊണ്ടുത്തരുമല്ലോ. അപ്പൊ എന്നെയും കൂടെ കാണിക്കണം. എന്തെങ്കിലും ഒരു ഇത് വരുത്താനുണ്ടെങ്കിൽ എനിക്കും അത്യാവശ്യം ഡിസൈനെ കുറിച്ചൊക്കെ അറിയാലോ. ഞങ്ങൾ പെണ്ണുങ്ങൾക്കല്ലേ കൂടുതലായിട്ട് അറിയാവുന്നേ. അതുകൊണ്ട് നീ എന്നെ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ അഭി പറഞ്ഞു, അതൊക്കെ ഞാൻ കാണിക്കാം. നിന്നെ കൂടെ കാണിച്ചിട്ട് ആ ഫോറിൻ കമ്പനിക്ക് കൈമാറുള്ളൂ എന്ന് പറഞ്ഞു. അതെ, അങ്ങനെ വേണം. മാളവിക നല്ല ഡിസൈനറാണെന്ന് അറിയാം. എങ്കിലും നമുക്ക് ഒരിടത്തും ഒരു പിഴവ് പറ്റാൻ പാടില്ലോ. അതുകൊണ്ട് പറഞ്ഞ. അതോടെ കേട്ട് കഴിഞ്ഞപ്പോ അഭി പറഞ്ഞു, എങ്കിൽ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നവിയെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അഭി മനസ്സിൽ പറഞ്ഞു, ഓ നാശം പിടിച്ചവള്. ഇവളുടെ വിചാരം ഇവള് റെക്കമെൻഡ് ചെയ്തുകൊണ്ടാ തനിക്ക് ജോലി കിട്ടിയെന്നാ. തന്റെ അച്ഛന്റെ ജ്വല്ലറിയാണ് ഏൻ ജ്വല്ലറി എന്ന് ഇവൾക്ക് അറിയില്ലോ. തന്റെ അച്ഛനുള്ളതുകൊണ്ടാണ് ഇവൾക്ക് ഇവിടെ പരസ്യം മോഡലാൻ പറ്റിയെന്നും. ഓഹ് നാശം പിടിച്ചോളെ എങ്ങനെയല്ലോ എത്രയും പെട്ടെന്ന് ഒഴിവാക്കിയാൽ മതിയായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു അബിയുടെ മനസ്സ് നിറയും. പിന്നീട് നമിതയെ വിളിക്കുകയാണ്. നമിതയെ വിളിച്ചിട്ട് പറഞ്ഞു, നമിതേ, ഞാനൊരു പ്രോജക്റ്റ് നിന്റെ ഫോണിലേക്ക് ഇട്ടുതരാം. നീ ഒരു കാര്യം ചെയ്യണം, അത് ആദർശന് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചു. അതെ, ഒരു വലിയ ഡീല് നടക്കാൻ പോകുന്നുണ്ട്. അപ്പം അതിന്റെ കൊട്ടേഷനും കാര്യങ്ങളൊക്കെ അപ്പൊ ഒരു കാരണവശാലും അത് ഏൻ ജ്വല്ലറിക്ക് കിട്ടാൻ പാടില്ല. മൂർത്തി ജ്വല്ലറിക്ക് തന്നെ ഈ ഡീല് കിട്ടണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാന്ന് പറഞ്ഞു. നീ ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേനും ആദർശന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അത് നോക്കി കഴിയുമ്പോഴത്തേനും ഉറപ്പായിട്ടും മൂർത്തി ജ്വല്ലറി ഈ തവണ ഈ ഡീല് ഉറപ്പിക്കണമെന്ന് പറഞ്ഞു. നമിതോട് ശരി ഞാൻ അങ്ങനെ ചെയ്തോളാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് ആ ഡീലും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർത്തിരിക്കുമ്പോഴാണ് ഫോണിനകത്ത് മെസ്സേജ് വരുന്നത്. അങ്ങനെ അത് നോക്കിക്കഴിഞ്ഞപ്പോ തന്നെ ആദർശിന് മനസ്സിലായി തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആരോ ഒരാളാണ് ഇത് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് ആദർശിന് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ സമയം നയനെ അങ്ങോട്ടൊന്നു, എന്താ ആദർശേട്ടാ നോക്കണേന്ന് ചോദിച്ചു. അതെ, ഞാൻ പറഞ്ഞില്ലേ എന്നെ സഹായിക്കുന്ന ഒരാള് ഏൻ ജ്വല്ലറി ഉണ്ടെന്ന്. അവരാണ്ട് ഏൻ ജ്വല്ലറിന്റെ കൊട്ടേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഇട്ടു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അതിങ്ങനെ കാണിച്ചു കൊടുക്കുവാണ്. കണ്ടില്ലേ, ഇപ്പൊ നമുക്ക് അവരെ കുറിച്ചുള്ള ഏകദേശം രൂപം കിട്ടിയിട്ടില്ലേ. കാരണം അവരുടെ ഡീലിങ്സിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ, ഇനി കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പമോ. ഉറപ്പായിട്ടും നമ്മൾ ഈ ഡീല് പിടിക്കും നയനെന്ന് പറഞ്ഞു. നയന പറഞ്ഞു, എനിക്ക് പേടിയുണ്ട് ആദർശേട്ടാ, ഈ സഹായിക്കുന്ന ആളാര് നമ്മുടെ ശത്രുവാണോ മിത്രമാണോ അറിയില്ലോ. ഉറപ്പായിട്ടും ശത്രു ആവാൻ വഴിയില്ല, മിത്രമായിരിക്കും. അല്ല മാളവികയൊന്നും അല്ലല്ലോ അല്ലേ? മാളവികയൊന്നും അല്ല, വേറെ ആരോ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അതാരാ എന്താന്നും അറിയത്തില്ല, സാരമില്ല. ഇപ്പൊ എന്താണെങ്കിലും നമുക്ക് ഫേവറായിട്ട് ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. വിഷു കഴിഞ്ഞതോട് കൂടിയിട്ട് അതുപോലെ തന്നെ കാര്യങ്ങൾ. അതുകൊണ്ട് എനിക്കൊരു കാര്യം ഉറപ്പായി, ഈ ഡീല് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. നയന പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ ആ ബോംബെ ഡീല് അത് നഷ്ടപ്പെട്ടതോട് കൂടിയിട്ടാണ് നമ്മുടെ കഷ്ടകാലം തുടങ്ങിയത്. ആ കാലം അവസാനിച്ചില്ലേ നയനെ, ഇനിയിപ്പം നമ്മുടെ കാലമാണ്. ഇപ്പൊ കാര്യങ്ങളൊക്കെ എനിക്ക് ഏകദേശം വ്യക്തമായി. ഏൻ ജ്വല്ലറിയുടെ കൊട്ടേഷനെ കുറിച്ചൊക്കെ. ഇനിയിപ്പം നമ്മൾ ഇതിനേക്കാളും നല്ല രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യും. പിന്നെ നീ ആണല്ലോ ഡിസൈൻ വരയ്ക്കാൻ പോകുന്നേ. അപ്പൊ നിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോഴത്തേനും ഉറപ്പായിട്ടും നമുക്ക് ഈ ഡീൽ ഉറപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിലായിരിക്കും നമ്മൾ ഇത്തവണ മുന്നോട്ട് പോകുന്നത്. ആദർശേട്ടാ, എനിക്കെന്തായാലും പേടിയുണ്ട്. കഴിഞ്ഞ തവണ ബോംബെ വെച്ച് ആദർശേട്ടൻ ജ്യൂസില് മയക്കുമരുന്ന് കലർത്തുന്ന ബോധം കെടുത്തിയിട്ടില്ലേ അവർ ഡീൽ ഉറപ്പിച്ചെന്ന് ചോദിച്ചു. അതെ, അതൊക്കെ എനിക്കറിയാം. അതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് ഈ തവണ ഞാൻ മുന്നോട്ട് പോണേന്ന് പറഞ്ഞു. പിന്നീട് അനി ക്ഷേത്രത്തിൽ വന്ന് മനോരി പ്രാർത്ഥിച്ച് തൊഴുതു മടങ്ങുമ്പോഴത്തേനുമാണ് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ആദർശ് അനിയുടെ അടുത്ത് നിന്ന് അനി പറഞ്ഞു, ആദർശേട്ടാ എന്താണെങ്കിലും ആ ഡീലിന് ഞാൻ പോകുന്നില്ല. കാരണം ആ ഡീലിന് പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് കിട്ടില്ലെന്ന് ഉറപ്പാ. പിന്നെ നാണം കെടാന്ന് മിച്ചം. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, ഇത്തവണ നീ ഡീലിന് പോണെന്ന് പറഞ്ഞു. പോകാനോ? അതെ,
നീ പോണം, ഡീൽ ഉറപ്പിക്കണമെന്ന് പറഞ്ഞു. അല്ല ആദർശേട്ടാ, അതെ, എൻ ജ്വല്ലറിയുടെ കൊട്ടേഷനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് വ്യക്തമായിട്ട് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് വെച്ചൊരു കളി കളിക്കാം. പക്ഷെ നീ വീട്ടിൽ പറയേണ്ട എന്താണെന്നറിയാവോ? എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയണ ഈ ഡീലിന് പോകുന്നില്ലാന്ന്. ഒരു തെറ്റിദ്ധാരണ അപ്പച്ചിയുടെ ഒക്കെ മനസ്സിലുണ്ടാക്കണം. അത് നമുക്ക് ഗുണകരമാവെന്ന് പറഞ്ഞു. അല്ലാതെ ചേട്ടാ, അതുകൊണ്ടൊക്കെ പ്രയോജനം ഉണ്ടാവും. കാരണം ആരും അറിയാൻ പാടില്ല നീ ഈ ഡീലിന് പോകുന്നുണ്ടെന്ന്. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ തകർക്കാൻ വേണ്ടിയിട്ട് അവര് ശ്രമിക്കും. ആ ബോംബെ വെച്ചുണ്ടായ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ, എന്നെ തകർക്കാൻ വേണ്ടി അവര് ചെയ്ത കാര്യങ്ങൾ. അപ്പൊ അതുപോലെ നിനക്കിട്ടും അവര് പണി തരും. പക്ഷെ അവിടെ ചെന്നതിന് ശേഷം മാത്രം അവരറിയാൻ പാടുള്ളൂ നീ ചെന്നിട്ടുണ്ടെന്നുള്ള കാര്യം. അല്ലാതെ ചേട്ടാ, അപ്പൊ ആ കമ്പനിക്കാർ പറയില്ലേ മറ്റുള്ളവരോട്? ഒരിക്കലും ഇല്ല. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് പരസ്പരം ആരൊക്കെ ഡീലിന് വന്നിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുള്ളൂ. ആ കാര്യത്തിൽ പേടി വേണ്ട. ഈ തവണ നമ്മൾ ഈ ഡീൽ ഉറപ്പിക്കും. വിഷു കഴിയുന്നതോട് കൂടിയിട്ട് നമ്മുടെ നല്ല കാലം വരാൻ പോകുന്ന ഞാൻ പറഞ്ഞല്ലോ. ഈ ഡീല് കിട്ടുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഗ്രേഡ് എന്തായാലും മുകളിലേക്ക് ഉയരും. നീ പേടിക്കൊന്നും വേണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക. അല്ലാതെ ചേട്ടാ, എനിക്കൊരു പേടിയുണ്ട്. എന്തിനാ പേടിക്കണേ? ഞാൻ അല്ല പറയണേ, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ ധൈര്യമായിട്ട് മുന്നോട്ട് നീക്കോ. വീട്ടിൽ പോയി നീ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അതേപടി തന്നെ പറയണമെന്നൊക്കെ അനിയോട് പറഞ്ഞു. എനിക്കതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നല്ല സന്തോഷമാവുകയും ചെയ്തു. മൂർത്തി മുത്തശ്ശനും ദേവേനി എല്ലാരും കൂടെ സംസാരിക്കുന്ന സമയത്താണ് അനി ആ കാര്യം പറയണേ. മുത്തശ്ശ, എന്താണെങ്കിലും എനിക്ക് ഈ ഡീലിന് പോകാൻ പറ്റില്ല എന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പം ദേവേനി പറഞ്ഞു, അല്ല, കഴിഞ്ഞ തവണ ബോംബെ വെച്ച് നടന്ന ആ ഡീലിനേക്കാളും വലിയ ഡീലല്ലേ ഇത്തവണയെന്ന് ചോദിച്ചു. അതെ, അതിനേക്കാളും വലിയ ഡീലൊക്കെ തന്നെയാ. പക്ഷെ അവന് ആത്മവിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ പോയിട്ട് കാര്യമില്ലല്ലോ. അനി പറഞ്ഞു, എനിക്ക് ആത്മവിശ്വാസം തീരെയില്ല മുത്തശ്ശാന്ന് പറഞ്ഞു. അല്ല, നീ കമ്പനിയെ കയറിയിട്ട് കുറച്ചു നാളിലേ ആയുള്ളൂ. 1 വർഷത്തേക്ക് നിനക്ക് ആ സമയം തരാം. ആ 1 വർഷത്തിനുള്ളിൽ നീ കമ്പനിയെ തിരികെ പിടിക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് ജലജ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക. പിന്നീട് ജലജ പറഞ്ഞു, അല്ലെങ്കിലും ഇവൻ പോവാതിരിക്കുന്ന നല്ലത്. ഇപ്പൊ എൻ ജ്വല്ലറി നമ്മളെക്കാളും ഒരുപാട് ഉയരങ്ങളിലാണ്. അപ്പൊ അവർക്ക് ഉറപ്പായിട്ടും ഈ ഡീല് കിട്ടും. വെറുതെ എന്തിനാ അച്ഛാ നമ്മൾ പോയി നാണം കിടന്നേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, എന്താണെങ്കിലും മൂർത്തി ജ്വല്ലറിയെ നാണക്കേടിൽ നിന്ന് രക്ഷിക്കാനുള്ള നിന്റെ ഈ ഐഡിയ കൊള്ളാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ജലജയ്ക്ക് മനസ്സിലായി തനിക്കിട്ട് പണി തന്നാന്നുള്ള കാര്യം. മുത്തശ്ശൻ പറഞ്ഞു, അനി, നിന്റെ ആത്മവിശ്വാസം തകർക്കുന്ന ഒരു കാര്യങ്ങളും എന്തായാലും ഞാൻ ചെയ്യുന്നില്ല. കാരണം ഇപ്പൊ കമ്പനി തകർച്ചയുടെ വക്കീലാണ്. കാരണം 1, 2 സ്ഥാനത്തല്ല, അതിനും താഴേക്ക് കമ്പനി പോയിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കും നിനക്ക് പോകാൻ ബുദ്ധിമുട്ട്. ശരി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അനി അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോ ജയൻ പറഞ്ഞു, എങ്കിലൊരു കാര്യം ചെയ്യട്ടെ അച്ഛാ, ഞാൻ പോട്ടേന്ന് ചോദിച്ചു. വേണ്ട, കാരണം MDക്ക് മുകളിൽ ആരോടൊന്നും പോകേണ്ട കാര്യമില്ല. കാരണം അവൻ MD ആണ്. എന്നിട്ട് അവനെ നമ്മൾ താഴ്ത്തി കെട്ടി നീ പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പോലും പോകാതിരിക്കുന്നത് എന്ന് പറഞ്ഞു. ജലജയ്ക്ക് ഭയങ്കര സന്തോഷം. രക്ഷപ്പെട്ടു, ആരും പോവാതിരിക്കട്ടെ. അപ്പൊ തന്റെ മകനാണല്ലോ എൻ ജ്വല്ലറിയുടെ മാനേജർ. എൻ ജ്വല്ലറി കുതിച്ചു വരണം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. കുറച്ച് കഴിഞ്ഞപ്പോ ജലജ സന്തോഷത്തോട് പോയി അബിയെ വിളിക്കുകയാണ്. അബിയെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ മോനെ, ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറഞ്ഞു. എന്താമേ? എടാ, ഈ ഡീലിന് അനി ഇല്ലാന്ന് പറഞ്ഞു. ഇല്ലേ? ഇല്ലാന്ന് പറഞ്ഞു. ഇപ്പോഴാണ് അവന് കാര്യങ്ങളൊക്കെ പറഞ്ഞേ. രക്ഷപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ സന്തോഷ വാർത്ത ഞാൻ അച്ഛനോട് പറയട്ടെ എന്ന് പറഞ്ഞു. അച്ഛനോടോ? ഏതച്ഛനോട്? പെട്ടെന്നാണ് അബിക്ക് അബദ്ധം മനസ്സിലായത്. അല്ല, അത് പിന്നെ ഡേവിഡ് സാർ ഉണ്ടല്ലോ, ഡേവിഡ് സാറിനെ ഞാൻ ഇടയ്ക്ക് അച്ഛാന്നൊക്കെ വിളിക്കുമെന്ന് പറഞ്ഞു. നീ അച്ഛാന്നോ അമ്മാവനെന്നോ എന്ത് വേണേലും വിളിച്ചോ, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല, നമുക്ക് സന്തോഷമുള്ള കാര്യല്ലേ. അതുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അബി അങ്ങനെ നാഗേന്ദ്രനെ ഡേവിഡിനെ കാണാൻ ചെന്നു. അവിടെ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ നാഗേന്ദ്രനും ഡേവിഡിനും ഒക്കെ ഭയങ്കര സന്തോഷം. പൊട്ടിച്ചിരിക്കും അവര്. നാഗേന്ദ്രൻ പറഞ്ഞു, എടാ മോനെ, മൂർത്തിക്ക് എന്താണെങ്കിലും ബുദ്ധിയുണ്ട്. കൊച്ചുമാനോടെ പോയി നാണം കെട്ടണ്ടെന്ന് കരുതിയിട്ടാണ് ഈ ഡീലിന് പോവണ്ടെന്ന് പറഞ്ഞിരിക്കുന്നേ. എടാ, നിന്നെ മൂർത്തി ജ്വല്ലറി ഇറക്കി വിട്ടല്ലേ ഇനി അപ്പൊ പിന്നെ അവനിട്ട് ഒരു പണി കൊടുക്കാൻ പറ്റിയ അവസരമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവനവിടെ പറഞ്ഞായിരുന്നു, നിന്റെ മുന്നിൽ നാണം കിടണായിരുന്നു പറഞ്ഞു. അബി പറഞ്ഞു, അത് ശരി തന്നെയാ, അവൻ വന്നില്ലല്ലോ അച്ഛാ. സാരമില്ലട മോനെ, മൂർത്തി ജ്വല്ലറി തകർന്ന് തരിപ്പണം ആവാനായിട്ട് പോവുക. ഈ ഡീലും കൂടെ നമ്മൾ പിടിച്ചെടുക്കുന്നതോട് കൂടിയിട്ട് കണ്ടു ഓൾ കേരള ജ്വല്ലറി അസോസിയേഷന്റെ ഏറ്റവും തലപ്പത്തേക്ക് ഡേവിഡ് എത്താനായിട്ട് പോവുക. പിന്നീട് ആ സ്ഥാനമാനങ്ങളൊക്കെ നിനക്കായിരിക്കും ഇവിടെ കിട്ടാൻ പോന്നേ. ഈ ഡീൽ ഉറപ്പിക്കണ സമയത്ത് ഡേവിഡിനോടൊപ്പം നീയും കൂടെ ചെല്ലണം. കാരണം പിന്നീട് എല്ലാ കാര്യങ്ങളും നീ കണ്ടുപിടിക്കണമല്ലോ. നിന്നെ ഈ പറയുന്ന മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കി. കാരണം നീ അല്ലറ ചില്ലറ തരികട പരിപാടികളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ, നിനക്ക് പൂർവാധികം വൈരാഗ്യത്തോട് കൂടിയിട്ട്
ഏൺ ജ്വല്ലറിലേക്ക് കയറാനായിട്ട് പറ്റിയില്ലേ? അതന്നെ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നീ എന്റെ മോൻ തന്നെയാന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഹബി പറഞ്ഞു, അച്ഛാ എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ഉയരങ്ങളിലെത്തണം, നമ്മുടെ ഏൺ ജ്വല്ലറി ഉയരങ്ങളിലെത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഞാനും ഇപ്പൊ പ്രയത്നിച്ചുകൊണ്ടിരിക്കണേ. അതൊക്കെ നടക്കൂടാ, നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു നാഗേന്ദ്രനെ ആശ്വസിപ്പിക്കുകയാണ് അബിയെ. ഈ സമയത്ത് നയനെ ആദർശം കൂടെ സംസാരിക്കുമായിരുന്നു. അപ്പോഴേക്കും ആദർശം പറഞ്ഞു, എന്താണെങ്കിലും ഈ ഡീൽ ഉറപ്പായിട്ടും എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞു. അല്ല ആദർശേട്ടാ, അത് കിട്ടുമെന്ന് ചോദിച്ചു. കിട്ടണം, അതിനു വേണ്ടിയിട്ട് എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാന്ന് പറഞ്ഞു. പിന്നെ അറിയാലോ, ഈ ഡീൽ ഉറപ്പിക്കാൻ പോകുന്ന നേരത്ത് അബി എന്തിനാണ് ആ ഡേവിഡിനോടൊപ്പം പോകുന്നതെന്ന് എനിക്കും അറിയത്തില്ലാത്തൊരു കാര്യം. അപ്പൊ അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം. ഈ പറയുന്ന ഏൺ ജ്വല്ലറിയുടെ തലപ്പത്തുള്ള ആളുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് അബിക്ക്, ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളിലും ഏൺ ജ്വല്ലറി അബിയെ ഉൾപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു. പിന്നെ മാളവിയ കളക്ഷൻസ് അത് വെച്ചിട്ടായിരിക്കുമല്ലോ അവര് ഡീൽ ഉറപ്പിക്കാൻ പോകുന്നേ. അവരുടെ ലക്ഷ്യം അത് തന്നെയായിരിക്കും. ഇപ്പൊ പഴയതുപോലെ ഒന്നുമല്ല, അബിക്ക് മാളവിയോട് ഭയങ്കര ഒരു താല്പര്യമാന്ന് പറഞ്ഞു. നയന പറഞ്ഞു, അതെനിക്കും മനസ്സിലായ കാര്യമാണ്. ഞാൻ മാളവിയോട് പറഞ്ഞിട്ടുണ്ട് അത് മാക്സിമം പ്രയോജനപ്പെടുത്തണമെന്ന്. എന്നാലും അവൻ എങ്ങനെ തോന്നുന്നു എന്റെ നവ്യേച്ചിയെ വീണ്ടും ചതിക്കാനായിട്ട്? നിന്റെ ചേച്ചിയോട് പറഞ്ഞാൽ തലയിലേക്ക് കയറത്തില്ലല്ലോ. ഇപ്പൊ അവൻ നോയിക്കഴിഞ്ഞപ്പോ മാളവികയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. അവന്റെ സ്വഭാവം അറിയാലോ, എന്തിലേലും ഒന്ന് കണ്ണുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നേടാൻ വേണ്ടി ഏതറ്റം വരെ പോകാനായിട്ട് അവൻ തയ്യാറാകും. അപ്പൊ അതുപോലെയാണ് മാളവികയുടെ കാര്യത്തിലും. മാളവിക കല്യാണം കഴിഞ്ഞാന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് അവൻ കൂടുതൽ അടുക്കാൻ ശ്രമിക്കും. ഞാൻ മാളവികയോട് പറഞ്ഞിട്ടുണ്ട് അതിന് ഒത്തു നിന്നോണം എന്നുള്ള കാര്യം. അവസാനം കണ്ടു മാളവികയെ അവനും തമ്മിലുള്ള ചുറ്റിക്കളികളൊക്കെ നവ്യ കണ്ണും കൊണ്ട് കാണണം. നവ്യക്ക് മനസ്സിലാവണം അവന്റെ ചതിയും കാര്യങ്ങളൊക്കെ. അതിനുള്ള സാഹചര്യം മാളവിക ഒരുക്കി കൊടുത്തോളൂ എന്ന് പറഞ്ഞു. നയന പറഞ്ഞു, അങ്ങനെ തന്നെ വേണോ ആദർശേട്ടാ, എങ്കിൽ മാത്രമേ അവന്റെ ചതിയൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആദർശം പറഞ്ഞു, നമുക്ക് നോക്കാം, അധികം വൈകാതെ അതൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞു. ഈ ഡീല് എനിക്ക് കിട്ടുവാണെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. തോറ്റവന് വിജയിക്കാനായിട്ട് എളുപ്പ, പക്ഷെ വിജയിച്ചവൻ അത് നിലനിർത്തിക്കൊണ്ട് പോവാനായിട്ടാ ബുദ്ധിമുട്ടുള്ള കാര്യം. ഏൺ ജ്വല്ലറിക്കാർ നന്നായിട്ട് കിടന്ന് പെടാപ്പാട് വിടും. ആദർശന ആത്മവിശ്വാസം നന്നായിട്ടുണ്ടായിരുന്നു. ഈ സമയം മുത്തശ്ശി ഭയങ്കര സങ്കടത്തോടുകൂടി മുത്തശ്ശനോട് പറഞ്ഞു, എന്നാലും ഈ ഡീലില് അതിന് പങ്കെടുക്കാത്തോണ്ട് എനിക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, അവന് ആത്മവിശ്വാസം ഇല്ലാത്തോണ്ടായിരിക്കും, അവൻ കേറിയതല്ലേ ഉള്ളൂ, അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് കാണുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അനി അങ്ങോട്ടേക്ക് വരുന്നത്. അതെ, ഞാൻ വെറുതെ പറഞ്ഞു കേട്ടാ മുത്തശ്ശ, ഈ ഡീലിൽ പങ്കെടുക്കുന്നില്ല എന്ന്. അത് കേട്ടപ്പോ മുത്തശ്ശി ചോദിച്ചു, അതെന്താടാ മോനെ നീ അങ്ങനെ പറഞ്ഞേ? അതെ, ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇവിടെ അപ്പച്ചിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ, അപ്പൊ അപ്പച്ചിയുടെ മനസ്സിലേക്ക് ഒരു തെറ്റിദ്ധാരണ വരുത്തണം. അപ്പച്ചി ഉറപ്പായിട്ടും അബിയെ വിളിച്ച് പറയുന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. ഈ ഡീലിൽ ഞാൻ പങ്കെടുക്കില്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷവും. അങ്ങനെയുള്ള സമയത്ത് വേണം ഡീലിൽ പങ്കെടുക്കാൻ ചെല്ലാനായിട്ട്. ഇത് ആദർശേണ്ട ബുദ്ധിയാന്ന് പറഞ്ഞു. ആദർശേണ്ട എനിക്ക് ഈ ബുദ്ധി ഉപദേശിച്ചു തന്നേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ മുത്തശ്ശിയും മുത്തശ്ശിനും സന്തോഷമായി. പക്ഷെ മുത്തശ്ശൻ അത് പുറമെ പ്രകടിപ്പിച്ചില്ല. അങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. മുത്തശ്ശൻ പെട്ടെന്ന് പറഞ്ഞു, എടാ, നിന്റെ സ്വന്തം കഴിവുകൊണ്ട് നീ MD സ്ഥാനം നിലനിർത്തിക്കൊണ്ട് പോണം, അല്ലാതെ മറ്റുള്ളവരുടെ സഹായം തേടുവല്ല വേണ്ടേ. മുത്തശ്ശ, ആദർശൻ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും ഈ ഡീല് കിട്ടുമെന്ന് പറഞ്ഞു. എടാ, അതങ്ങനെയല്ല. നീ എന്തിനാ പരാജയപ്പെട്ട ഒരുത്തന്റെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവനോടൊപ്പം കൂട്ടിയിരുന്നേ? അതിന്റെ ആവശ്യമുണ്ടോന്ന് ചോദിച്ചു. അതിന്റെ ഒരാവശ്യമില്ല എന്ന് പറഞ്ഞു. അല്ല മുത്തശ്ശ, ഞാൻ ആദർശേണ്ട ഉപദേശങ്ങൾ തേടിയതുകൊണ്ട് എന്താ കുഴപ്പം? എടാ, നിനക്ക് അങ്ങനെ ഉപദേശങ്ങൾ തേടണമെങ്കിൽ അവന്റെ ഉപദേശങ്ങൾ തേടണമെന്നുണ്ടോ? ഈ കുടുംബത്തിൽ ഞാനുണ്ട്, നിന്റെ അച്ഛനുണ്ട്, ഇളയച്ചനുണ്ട്, എല്ലാരും ഉണ്ടല്ലോ. അപ്പൊ അവരുടെ ഉപദേശം തേടിയാ പോരേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമായി. ഇനിയിപ്പോ മുത്തശ്ശൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ആദർശേടൻ പരാജയപ്പെട്ടെന്ന് സമ്മതിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു ദിവസം ആദർശേടനും നയനേച്ചി ഇങ്ങോട്ട് കയറി വരും, കണ്ടു. അത് വിജയിച്ചിട്ടായിരിക്കും കയറി വരുന്നേ. എടാ, ഇപ്പൊ മൂർത്തി ജ്വല്ലറി അറിയാലോ എത്ര സ്ഥാനത്താന്ന്? 2ാം സ്ഥാനത്തുമല്ല, അതിനും താഴേക്ക് പോയി. അപ്പൊ മൂർത്തി ജ്വല്ലറി കരയേറ്റിക്കൊണ്ടു പറഞ്ഞ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാന്ന് പറഞ്ഞു. എനിക്കറിയാം മുത്തശ്ശ, പക്ഷെ എങ്കില് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനത് പ്രയത്നിച്ചിരിക്കും. ആദർശേണ്ണനും കൂടെ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഡീല് കിട്ടും, നമ്മൾ 1ാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണെന്നും പറഞ്ഞുകൊണ്ട് അനി അങ്ങോട്ട് പോയി. മുത്തശ്ശി പറഞ്ഞു, കണ്ടില്ലേ എന്തൊരു സന്തോഷത്തോടു കൂടി അവൻ പോയെന്ന്. വസ്തരെ, ഞാൻ പറഞ്ഞതിന് വല്ല മാറ്റമുണ്ടോ? ആദർശിന്റെ ബുദ്ധിയത് തെറ്റിദ്ധാരണ പരത്തിയിട്ട് ഡീൽ ഉറപ്പിക്കാൻ ചെല്ലാന്നുള്ള. കാരണം അവര് സന്തോഷിച്ചിരിക്കും. ആ സമയത്ത് അവരുടെ തലയ്ക്ക് നട്ടപ്പുറം അടി കൊടുക്കാനായിട്ട് ആദർശന് തീരുമാനം. അതാണ് ബുദ്ധി. അങ്ങനെ ബുദ്ധിയുള്ളവരോ കമ്പനിയുടെ MD സ്ഥാനത്ത് ശോഭിക്കോളെന്നൊക്കെ മുത്തശ്ശിയോട് പറഞ്ഞ് സന്തോഷിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പം
അനി നന്ദുവിനെ വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അനി പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, അത് ഉറപ്പായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. നീ ഈ ഡീലിനകത്ത് വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആദർശേണ്ണൻ നയനേച്ചി നിന്നോടൊപ്പം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അതെ, അതെനിക്കൊരു ആത്മവിശ്വാസമൊക്കെ ഉള്ള കാര്യം തന്നെയാ. പക്ഷെ എനിക്കൊരു പേടിയുണ്ടെന്ന് പറഞ്ഞു. എന്തിനാടാ പേടിക്കണേ? നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നവരെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. തലപ്പത്തെത്താനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. അധിക നാള് കള്ളത്തരം കാണിച്ചൊന്നും ആ മൂർത്തി ജ്വല്ലറിക്ക് നിൽക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ടേ, ഈ പറയുന്ന എന്തിനാണ് അബി അങ്ങോട്ടേക്ക് ഡീൽ ഉറപ്പിക്കുന്ന സമയത്ത് വരുന്നതെന്ന്. കാരണം അവൻ എൻ ജ്വല്ലറിയുടെ വെറും മാനേജർ മാത്രമല്ലേ, സാധാരണ MD-മാരല്ലേ ഇതിനകത്ത് പങ്കെടുക്കണമെന്ന് ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പോ നന്ദു പറഞ്ഞു, അതേടാ, ആ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അവൻ ആ ജ്വല്ലറി ആയിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്, അതുകൊണ്ടാണ്. അല്ല, മിക്കവാറും അവന് ഇനിയിപ്പോ ആ ഡേവിഡുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ കാണോ? അതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ എന്തേലും ഉണ്ടായിട്ടാണോ വരുന്നതെന്നും അറിയാൻ പറ്റില്ല. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാ, അവരാരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നേ. അവർക്കിട്ട് ഏറ്റവും വലിയ അടിയായിരിക്കും കിട്ടാൻ പോണേന്ന് പറഞ്ഞു. ഈ സമയത്താണ് കനക പെട്ടെന്ന് വരുന്നത്. കനകയെ കണ്ടു കഴിഞ്ഞപ്പോ നന്ദു കോള് കട്ട് ചെയ്തു. ആരാ ഈ സമയത്ത് വിളിച്ചെന്ന് ചോദിച്ചു. അത് പിന്നെ നവീനേട്ടനാന്ന് പറഞ്ഞു. നവീൻ മോനാണെങ്കിൽ നീ എന്തിനടി കോള് കട്ട് ചെയ്തേ? പിന്നെ അതെന്താ, നവീനായിട്ട് സംസാരിച്ചു കഴിഞ്ഞിട്ട് നവീനായിട്ട് തന്നെ കോള് കട്ട് ചെയ്താന്ന് പറഞ്ഞു. എടി, ഫോൺ ബെല്ലടിക്കുന്ന സൗണ്ട് ഞാൻ കേട്ടില്ലോ. അത് പിന്നെ ഞാൻ അങ്ങോട്ട് നവീനേട്ടനെ വിളിച്ചാന്ന് പറഞ്ഞു. ഈ സമയത്തോ? അതെ, അങ്ങനൊന്നുമില്ല. ഞങ്ങൾ ഇടയ്ക്ക് അങ്ങനെ വിളിക്കാറുണ്ട്. രാത്രിന്നോ അങ്ങനെ സമയം നോക്കാറില്ല. കാരണം ചില സമയത്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നവീനേട്ടനെ വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു. ദേ, നവീൻ മോന്റെ പേര് പറഞ്ഞിട്ട് നീ വേറെ ആരെയെങ്കിലും വിളിക്കുന്നെങ്കിലുണ്ടല്ലോ, എന്റെ തനി സ്വരൂപം നീ കാണുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നന്ദു പറഞ്ഞു, എന്റെ അമ്മയ്ക്ക് നാണമുണ്ടോ ഇങ്ങനെ പറയാനായിട്ട്? ഒന്നുമല്ലേലും ഞാനൊരു SI അല്ലേ? എന്നിട്ട് അമ്മ ഇങ്ങനെ എന്നെ ചുമ്മാ ഈ കുഞ്ഞു പിള്ളേരെ ചോദ്യം ചെയ്യുന്ന പോലെ ചോദ്യം ചെയ്യുന്നേ, അതിന്റെ ആവശ്യമുണ്ടോന്ന് ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ കാമുകന്മാർക്കിടയിൽ പോലും ഇങ്ങനെ സംശയം കാണത്തില്ല. അതിനേക്കാളും വലിയ സംശയം അമ്മയ്ക്ക് എന്നെന്ന് പറഞ്ഞു. എടീ, ഇത്തിരി സംശയമൊക്കെ എനിക്കുണ്ടാവും. കാരണം അനന്തപുരിയിലെ പയ്യനെ എങ്ങാനോ നീ വിളിച്ചെങ്കിലുണ്ടല്ലോ, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. പിന്നെ അവനോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ എനിക്ക് വാക്കും തന്ന, ഇനി ആ വാക്ക് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ കനക പറയുമ്പോഴത്തേനും നന്ദു പറഞ്ഞു, അമ്മയൊന്നും നിർത്തുന്നുണ്ടോ? ഈ അമ്മയുടെ ഒരു സംശയവും കാര്യങ്ങളും ഒക്കെ. കനകയ്ക്ക് അത്രയും കൂടെ വിശ്വാസം വന്നില്ല. കനക പിന്നീട് ഗോവിന്ദന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഗോവിന്ദേട്ടാ, എനിക്കിപ്പോഴും നല്ല സംശയമുണ്ട്. അവള് വിളിച്ചത് നവീനെയാണോ അതോ അനിയെയാണോ എന്നുള്ള കാര്യത്തില്. എടി, അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യാ, നീ അവനെ അങ്ങോട്ട് വിളിച്ചു നോക്ക, നവീനെ. അല്ല, നവീൻ മോനെ വിളിച്ച അവന് എന്തെങ്കിലും സംശയം തോന്നുന്നു. എന്ത് സംശയം? നീ സാധാരണ വിളിക്കുന്ന പോലെ ഒന്ന് വിളിച്ചു നോക്ക, അപ്പൊ അറിയാലോ നന്ദു വിളിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ശരിയാ. അങ്ങനെ പിന്നീട് കനക എന്ത് ചെയ്ത് നവീനെ വിളിക്കുകയാണ്. നവീൻ ചോദിച്ചു, എന്താ ആന്റി? ഞാൻ വെറുതെ വിളിച്ചാ മോനെ, വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുമായിരുന്നു. പിന്നെ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോ മോന്റെ നമ്പർ കണ്ടു. അപ്പൊ ഒന്ന് വിളിക്കാൻ തോന്നി വിളിച്ച. പിന്നെ അന്ന് നയനമോളെ രക്ഷിച്ചതിന്റെ ഒരു പാർട്ടിയൊന്നും ഞാൻ തന്നില്ലോ. ഒരു സദ്യ ഒരുക്കി തന്നെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അധികം വൈകാതെ തന്നെ വീട്ടിലേക്ക് മോൻ വരണം, മോനൊരു സദ്യ ഒരുക്കി തരാന്ന് പറഞ്ഞു. അത് സാരമില്ല ആന്റി, നന്ദു എനിക്ക് ട്രീറ്റ് തന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അല്ല, നന്ദുവിനെ വിളിക്കാനുണ്ടോന്ന് ചോദിച്ചു. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് കാണാറുണ്ട്, കുറച്ചു മുമ്പ് വിളിച്ചതും കൂടെ ഉള്ളെന്ന് പറഞ്ഞു. അപ്പൊ നന്ദു വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് പറഞ്ഞു, ശരിയാ എന്നൊക്കെയൊരു ചിന്തയായിരുന്നു മനസ്സറിയും കനകയ്ക്ക് ആശ്വാസമായി. എന്താ ആന്റി അങ്ങനെ ചോദിച്ചേ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, മോന്റെ കല്യാണക്കാരിയൊക്കെ എങ്ങനെയായി? അതോ? നവീൻ ഇങ്ങനെ മനസ്സിലാലോചിച്ചു. ഇനി ഇവരുടെ മനസ്സിൽ താനെങ്ങാനും വന്നോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നേ. എവിടെ നാവാനാ ആന്റി? അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെടില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്നവരെ അവർക്കും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. മോനെ, പ്രായം കടന്നു പോയിക്കൊണ്ടിരിക്കുക, അത് ഓർമ്മ വേണമെന്ന് പറഞ്ഞു. എനിക്കറിയാം ആന്റി, പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയും കൂടെ വേണ്ടേ? എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനും നോക്കാട്ടോ മോൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ കിട്ടുമെന്ന്. അങ്ങനെ കോള് കട്ട് ചെയ്തു. നവീന മനസ്സിൽ പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ആ വീട്ടിൽ തന്നെയുണ്ട്, അതിനിങ്ങോട്ട് കെട്ടിച്ചു തന്നാൽ മാത്രം മതി, അവളെ തന്റേതാക്കിയാൽ മതി എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു നവീന്റെ മനസ്സിൽ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാവേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.